രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇന്ന് മലപ്പുറത്താണ് ഈ ഇങ്ങനൊരു പ്രസ്താവന നടത്തിയത്. മലപ്പുറത്ത് വെച്ചാണ്, മലപ്പുറത്തെക്കുറിച്ചാണ്. അതിനുശേഷം മലപ്പുറത്ത് നിന്നുള്ള നേതാക്കളോട് തന്നെ ചോദിച്ച സമയത്ത് സ്വാഭാവികമായും ഇതൊന്നും വലിയ ഇഷ്യൂക്കണ്ട എന്നുള്ള രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് കേട്ടത്. ഇത് ഈ ചങ്കൂറ്റം ഇല്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണോ, അതല്ല ഈ വെള്ളാപ്പള്ളിയെ അങ്ങനെ തന്നെ അവഗണിക്കാം എന്നുള്ളൊരു കൂട്ടായ തീരുമാനത്തിൻ്റെ അല്ല, അവഗണിക്കുക എന്നുള്ള തീരുമാനമാണ് ശരിയായ തീരുമാനമാണ്. അവഗണിക്കത്ത അഭിപ്രായങ്ങളൊക്കെ തൃണവൽഗണിക്കേണ്ടതാണ്, പൂച്ഛിച്ച് തള്ളേണ്ടതാണ്. കാര്യം യാതൊരു വിലയും യാതൊരു പ്രസക്തിയില്ലാത്ത അഭിപ്രായം സ്വയം പ്രസക്തനാകാൻ വേണ്ടി നടത്തുന്ന അഭിപ്രായങ്ങളാണെന്നുള്ള കാര്യം. അതുകൊണ്ട് അത് ബുദ്ധിപൂർവ്വം വിവേകമുള്ള തീരുമാനം. പക്ഷേ ഞാനതല്ല ഉദ്ദേശിക്കുന്നത്. നിയമപരമായിട്ട് അതിൻ്റെ അകത്ത് പ്രശ്നമുണ്ട്, ഒരു നിയമപര പ്രശ്നമുണ്ട്. കാര്യം ഇത്തരം പ്രസ്താവന നടത്തുന്നത് നിയമപരമായി തെറ്റാണ്. കാര്യം ഈശ്വര നടപടിയെടുത്താണ്. ആ നിയമപര നടപടി എടുക്കാൻ എന്തുകൊണ്ട് ചെറിയ അനക്കം ഒന്നും എടുത്തില്ലെങ്കിൽ പോലും എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തല്ല, എടുക്കുന്ന യാഥാർത്ഥ്യം വിളിച്ച് പറയാമല്ലോ. ഇത്തരം നിയമവിരുദ്ധമാണെന്ന് പറയാൻ പറ്റുമല്ലോ, എന്ന് പറയാത്തത്. അതുകൊണ്ട് അവഗണിക്കുക എന്നുള്ളത് ശരിയായ സമീപനം തന്നെയാണ്. കാര്യം നിങ്ങൾക്ക് വില കൊടുക്കേണ്ട ആവശ്യമില്ല. യാതൊരു അപ്രസക്തവും അപ്രധാനമായിട്ടുള്ള കാര്യത്തിന് വില കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വില കിട്ടാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ, ദുരുദ്ദേശപരമായ അഭിപ്രായങ്ങൾ പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നിയമം അത് നോക്കി നിൽക്കില്ല എന്നൊരു സന്ദേശം പോകേണ്ടതുണ്ട്. അത് പറയാനുള്ള ആർജവില്ലായ്മ എന്തുകൊണ്ടാണ്? ഞാനിത് പറയുന്ന ആർജവില്ല, കേരളം ഭരിക്കുന്ന നേതാക്കളോടാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് അവർക്ക് ആർജവില്ല? അതാണ് പ്രധാനപ്പെട്ട കാര്യം.